ഹലോ ഗൈസ്, ഐക്യൂബ് ഡിസൈൻ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടൊരു മെഷീൻ കാണാനാണ്. ഷാഫ്റ്റ് സ്ട്രൈറ്റനിങ് മെഷീനാണ്. അപ്പോൾ നമുക്ക് ആ മെഷീൻ ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷാഫ്റ്റ് സ്ട്രൈറ്റനിങ് മെഷീൻ. അപ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കിയ ഡിസൈൻ എഞ്ചിനീയർ നമ്മുടെ കൂടെ ഉണ്ട് അശ്വിനോട് ചോദിക്കാം മെഷീൻ്റെ ഡീറ്റെയിൽസും വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അശ്വിൻ, അപ്പോൾ എന്താണ് ഈ മെഷീൻ ഉണ്ടാക്കാനുള്ളത്? നമ്മുടെ ഒരു ഷാഫ്റ്റ് സ്ട്രൈറ്റനിങ് മെഷീനാണ്. നമുക്ക് റിസർച്ച് വർക്കിന് കുറേ ഷാഫ്റ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ വരുന്ന ഷാഫ്റ്റിന് ബെൻഡും അല്ലെങ്കിൽ ഔട്ടുകളൊക്കെ ഉണ്ടാവും. ആ ഔട്ടുകൾ മാറ്റാനായിട്ട് ഒരു ചെറിയ മിനിയേച്ചർ പ്രോജക്റ്റാണിത്. അപ്പോൾ അശ്വിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷാഫ്റ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നു. ആ ഷാഫ്റ്റിന് ചെറിയൊരു ഔട്ട് പോലും പാടില്ല. അപ്പോൾ അതൊക്കെ നിവർത്താൻ വേണ്ടിയുള്ളൊരു മെഷീനാണ് ഈ മെഷീൻ. അപ്പോൾ അശ്വിനെ ഈ മെഷീൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ മെഷീൻ നമുക്ക് വരുന്നത് ഫസ്റ്റ് സി ചാനൽ ബെഡാണ്. ലോഡ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ ബെഡ് ഉപയോഗിച്ചത്. ഇതാണ് ഇതിൻ്റെ സി ചാനൽ ബെഡ്. ഇത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈ സ്ട്രെങ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് 2 പ്ലേറ്റാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ 4 ബെയറിംഗ് സീറ്റും ഉണ്ട്. ഇത് നമ്മൾ ഷാഫ്റ്റ് വെച്ചിട്ട് ഫ്രീ സ്ലൈഡ് ചെയ്യാനും ഫ്രീ റൊട്ടേറ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഡയലിൽ എത്ര ഔട്ട് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ അശ്വിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടി ഷാഫ്റ്റ് വെച്ചിട്ട് ഈ ഫ്രീ റൊട്ടേഷൻ, ഷാഫ്റ്റിന് റൊട്ടേഷൻ വേണം. അപ്പോൾ ഫ്രീ റൊട്ടേഷൻ കിട്ടാനാണ് ഈ ബെയറിംഗ് ഒക്കെ. ആ ബെയറിങ്ങും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഷാഫ്റ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു പ്ലേറ്റും വെച്ചാണ്. ഇത് 2 സൈഡിലുണ്ട്. അതെ. പിന്നെ നമ്മൾ വരുന്നത് 2 പ്ലേറ്റുകളാണ് വെർട്ടിക്കലായിട്ട്. നമ്മൾ 100 mm ആയ ഹോൾ വെച്ചാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 80 ഷാഫ്റ്റ് 8 mm ഷാഫ്റ്റ് വരെ കയറ്റാൻ പറ്റും. അപ്പോൾ ഈ 100 mm താഴെയുള്ള ഒരു 80 mm ഷാഫ്റ്റ് വരെ ഇതിനകത്തൂടി കയറ്റി ഇതിൻ്റെ ബെൻഡൊക്കെ തീർക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഡയൽ സ്റ്റാൻഡാണ്. ഡയൽ സ്റ്റാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഹൈറ്റിൽ ഡയൽ വെച്ചിട്ട് നമ്മൾ ഔട്ട് നോക്കാൻ വേണ്ടി ഒരു ഡയൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയൽ സ്റ്റാൻഡ് ഇത് മാഗ്നറ്റിക് ആണോ? പക്ഷേ മാഗ്നറ്റിക് ആണ്. കറക്റ്റ് ഹോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ വരുന്നത് ഈ ഹോൾസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഈ ഹോൾസ് എന്തിനാണ്? നമ്മുടെ പ്ലേറ്റിന് എത്ര കറക്റ്റ് ഷാഫ്റ്റ് വരുമ്പോൾ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് 2 ഉപയോഗിച്ചത്. ഓക്കെ. അപ്പോൾ അശ്വിൻ പറഞ്ഞ ഈ ഹോൾസ് ഇട്ടാണ് ഷാഫ്റ്റ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയാണ് ഈ ഹോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കറക്റ്റ് ഔട്ട് വരുന്ന സ്ഥലത്ത് ഈ ഷാഫ്റ്റ് വെച്ചിട്ട് ഇത് 4 മൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് 4 മൂവബിൾ ആണ്. ഈ 4 പ്ലേറ്റും മൂവബിൾ, 4 പ്ലേറ്റും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അശ്വിൻ പറഞ്ഞ ഈ മെഷീനിൽ ഈ 4 പ്ലേറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും ഈ കൗണ്ടർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ പ്ലേറ്റുകളെല്ലാം മൂവബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരു ഷാഫ്റ്റ് വെച്ച് ട്രയൽ ചെയ്തോ. നമ്മൾ ഡയൽ സ്റ്റാൻഡ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഹൈറ്റിൽ ഷാഫ്റ്റിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ലോഡ് ചെയ്ത് വയ്ക്കുക. ഈ ഡയലിന് പേര് വല്ലതും? ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ഇത്. ഹൈ പ്രസിഷൻ ഡയലാണ്. അപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് ബെൻഡ് ആണെങ്കിലും ഇതിനകത്ത് ഡിറ്റക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഷാഫ്റ്റുമ ലോഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഡയൽ ഇത് ലോഡ് ചെയ്യുക. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾക്ക് എത്രയാണ് mm ഔട്ട് വരണമെന്ന് ഇതിൽ മനസ്സിലാവും. നമ്മൾ 0യിൽ സെറ്റ് ചെയ്ത് ചെറിയ പ്രഷർ കൊടുക്കണം. 0.1 പ്രഷർ കൊടുക്കുമ്പോൾ എവിടെ മൈനസ് എവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കുക. അതാണ് നമ്മൾ 0യിൽ സെറ്റ് ചെയ്യുക. ഓക്കെ. 0യിലാണ്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം മാക്സിമം ഔട്ട് വരുന്നത് ഇപ്പോൾ 0.2 വരും. ഇപ്പം നമ്മൾ അടിയിൽ നിന്ന് തിരിച്ച് വയ്ക്കുക. ഓപ്പോസിറ്റ് സ്ഥലത്ത് നമ്മൾ ലോഡ് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഹൈറ്റിൽ വരുമ്പോൾ കറക്റ്റ് ഇതിന് സെൻറ്ററിൽ നിൽക്കണം. അതായത് 0.1ൽ നിൽക്കണം. അപ്പോഴാണ് ഫുള്ള് 0.1 ഔട്ടില്ലാണ്ട് വരുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ജാക്കാണ്. ഈ ജാക്കിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? ജാക്കിൻ്റെ കപ്പാസിറ്റി 12 ടണ്ണിൻ്റെ ജാക്ക്. അപ്പോൾ ഗൈസ് ഇത് 12 ടണ്ണിൻ്റെ ബോട്ടിൽ ജാക്കാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ബോട്ടിൽ ജാക്കാണ്. ഇത് മാക്സിമം ഹൈറ്റ് വരുന്നത് 465 mm വരെ ഹൈറ്റ് ഉണ്ട്. ഗൈസ് ഇതിൻ്റെ ലിഫ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 465 mm ആണ്. അപ്പോൾ നമുക്ക് ജാക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ മെഷീനിസ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അറിയാൻ പറ്റും എത്ര പൊക്കണം.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയൽ പിന്നെയും പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഡയൽ കറക്റ്റ് സെറ്റ് ആയി 0 വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ ഈ റോഡ് ഇങ്ങനെ കറക്കണുണ്ട്. അപ്പോൾ ഈ ഡയൽ നോക്കിയാൽ കാണാം അതിനകത്ത് ഇപ്പോൾ 0 തന്നെ നിൽക്കുക, ഔട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഡയൽ ഓക്കെ. സോറി, ഡയലല്ല, ഷാഫ്റ്റ് ഓക്കെ. നമ്മളിപ്പോൾ ബെൻഡില്ലാണ്ട് ഷാഫ്റ്റ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ വെച്ചിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യും. ലാസ്റ്റ് നമ്മൾക്ക് എവിടെയാണ് ബെൻഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. അപ്പോൾ അശ്വിൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് എൻ്റെ ഷാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പോർഷനിൽ ഈ ഡയൽ വെച്ച് നോക്കും. ഡയൽ വെച്ച് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് നോക്കുമ്പോൾ ഈ നീഡിൽ എവിടെയെങ്കിലും ഫ്ലക്ച്വേഷൻസ് കാണുവാണെങ്കിൽ അവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ട്. അപ്പോൾ ആ ബെൻഡിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻഡ് സ്ട്രൈറ്റ് ആവും. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കണ്ടത് ഷാഫ്റ്റ് സ്ട്രൈറ്റനിങ് മെഷീനാണ്. അപ്പോൾ ഈ മെഷീനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് അശ്വിനൊരു താങ്ക്സ് കൊടുക്കാം. പിന്നെ ഈ മെഷീൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഷാഫ്റ്റ് വർക്കേഴ്സിനൊക്കെ. ഷാഫ്റ്റ് ബെൻഡ് ചെയ്യാനും സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോർമലി ഒരു ഷാഫ്റ്റ് മെഷീനറി കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്തൊക്കെ സ്ട്രൈറ്റ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിത് ലോ കോസ്റ്റിൽ ചെയ്തേക്കണമെന്നാണ് അശ്വിൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ മെഷീനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.